എല്ലാവരെയും ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ ടാൻജൻറ്റ്, തൊടുവരകൾ. അതിൽ ഫോക്കസ് ഏരിയയിൽ പ്രധാനമായും 6 പോയിൻറ്റ്സ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് പോയിൻ്റ്, ഇവിടെ ബി എന്ന പോയിൻറ്റിൽ കൂടി ഒരു ടാൻജൻറ്റ് അഥവാ തൊടുവര വരച്ചിരിക്കുന്നു. അതാണ് പി ക്യു. ബിയിൽ കൂടി തന്നെയുള്ള ഡയമീറ്റർ അഥവാ വ്യാസമാണ് എ ബി. ഈ എ ബിയും പി ക്യു എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും, ലംബമായിരിക്കും. എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഇതാണ് ഫസ്റ്റ് പോയിൻ്റ്. പിന്നെ സെക്കൻഡ് പോയിൻ്റ്, ഒരു വൃത്തത്തിൻ്റെ കേന്ദ്രവും വൃത്തത്തിലെ 2 ബിന്ദുക്കൾ, അതായത് എയും ബിയും, ഈ ഒ കേന്ദ്രമായ വൃത്തത്തിലെ 2 ബിന്ദുക്കളാണ്. ആ ബിന്ദുക്കളിലൂടെയുള്ള ടാൻജൻറ്റ് കൂട്ടിമുട്ടുന്ന പോയിൻ്റാണ് സി. ഈ ഒ എ സി ബി ഇതെല്ലാം കൂടെ യോജിപ്പിക്കുമ്പോൾ കിട്ടുന്ന ക്വാഡ്രിലാറ്ററൽ അഥവാ ചതുർഭുജം ചക്രീയമാണ് അഥവാ സൈക്ലിക് ആണ്. ചക്രീയ ചതുർഭുജം എന്ന് പറഞ്ഞാൽ എന്താണ്? 4 മൂലകളിൽ കൂടിയും കടന്നു പോകുന്ന വൃത്തം വരയ്ക്കാൻ കഴിയുന്ന ചതുർഭുജമാണ് ചക്രീയ ചതുർഭുജം അഥവാ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. അപ്പോൾ ഒ എ സി ബി സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആയതുകൊണ്ട് സൈക്ലിക് ക്വാഡ്രിലാറ്ററിൻ്റെ പ്രത്യേകത എന്താ? എതിർ കോണുകൾ കൂട്ടിയാൽ 180 ആയിരിക്കും. അപ്പോൾ ഇവിടെ എ എന്ന പോയിന്റിൽ കൂടിയുള്ള ടാൻജൻറ്റ് എയിൽ കൂടി തന്നെയുള്ള റേഡിയസ് ആണ് ഒ എ. അപ്പോൾ ഇത് ലംബമാണ്, 90 ഡിഗ്രി ആണെന്ന് നമ്മൾ പഠിച്ചു. അതേപോലെ തന്നെ ഒ ബി റേഡിയസ് ആണ്, ബിയിൽ കൂടിയുള്ള ടാൻജൻ്റ് ആണിത്. അപ്പോൾ ഇതും 90 ആണ് അല്ലേ? അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ എത്രയാണ്? 180. അപ്പോൾ ഈ ആംഗിളും കൂടെ കൂട്ടിയാലും 180. ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ 4 കോണുകളും കൂടെ കൂട്ടിയാൽ 360 ആണല്ലോ. ഇനി തേർഡ് പോയിൻ്റ്, ഒ കേന്ദ്രമായ വൃത്തം വരച്ചിരിക്കുന്നു. ഈ വൃത്തത്തിലെ 2 പോയിൻറ്റ്സ് ആണ് എയും ബിയും. എയിൽ കൂടിയുള്ള ടാൻജൻറ്റ് ബിയിൽ കൂടിയുള്ള ടാൻജൻറ്റും പി എന്ന ബിന്ദുവിൽ കൂട്ടിമുട്ടുന്നു. ഇവിടെ ഒ എ ഒ ബി എന്നീ റേഡിയസ് ചേരുന്ന ആംഗിളാണ് ഈ ആംഗിൾ അല്ലേ? ഈ ആംഗിളിൻ്റെ പേരെന്താണ്? ആംഗിൾ എ ഒ ബി. ഈ റേഡിയസുകൾ ചേരുന്ന ആംഗിളും എയിൽ കൂടിയും ബിയിൽ കൂടിയുള്ള ടാൻജൻറ്റ് ചേരുന്ന ആംഗിളും കൂടെ കൂട്ടിയാൽ 180 ആണ്. അതായത് ആംഗിൾ എ ഒ ബി പ്ലസ് ആംഗിൾ പി ഈക്വൽ ടു 180. ഒരു വൃത്തത്തിലെ റേഡിയസ് ചേരുന്ന കോണും അതേ പോയിന്റിൽ കൂടിയുള്ള ടാൻജൻറ്റുകൾ ചേരുന്ന കോണും സപ്ലിമെൻ്ററി ആണ് അഥവാ അനുപൂരകമാണ്. പിന്നെ ഇവിടെ വൃത്തകേന്ദ്രമായ ഒയും പിയും കൂടെ യോജിപ്പിക്കുന്ന ഒരു വര വരച്ചിട്ടുണ്ടല്ലേ? അപ്പോൾ ഇവിടെ ആംഗിൾ എ ഒ പിയും ആംഗിൾ ബി ഒ പിയും ഈക്വൽ ആയിരിക്കും. അതായത് ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. പിന്നെ ആംഗിൾ എ പി ഒ ഇതും ഈക്വൽ ആയിരിക്കും. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ്, ഒരു ബിന്ദുവിൽ നിന്ന് വൃത്തത്തിലേക്ക് വരയ്ക്കുന്ന തൊടുവരകളുടെ നീളം തുല്യമാണ്. അതായത് പി എയും പി ബിയും തുല്യമാണ്. പിന്നെ അടുത്ത പോയിൻ്റ്, ഇവിടെ എ ബി ഒരു കോഡും ബിയിൽ കൂടിയുള്ള ടാൻജൻറ്റും വരച്ചിട്ടുണ്ട് അല്ലേ? അതേപോലെ എ ബി കോഡാണ്. ആ കോഡിൻ്റെ അറ്റത്തുള്ള ഒരു പോയിൻ്റാണ് എ. എയിൽ കൂടിയും ടാൻജൻറ്റ് വരച്ചിട്ടുണ്ട്. രണ്ടും പിയിൽ കൂട്ടിമുട്ടുന്നു. ഈ ആംഗിളും തുല്യമായിരിക്കും. ഈ 2 ആംഗിളും ഈ കേന്ദ്രകോണിൻ്റെ പകുതിയായിരിക്കും. അതായത് ഇത് എക്സ് ആണെങ്കിൽ ഇത് എന്തായിരിക്കും? എക്സ് ആയിരിക്കും. ഇതെന്തായിരിക്കും? 2x ആയിരിക്കും. അതായത് കേന്ദ്രകോണിൻ്റെ പകുതിയായിരിക്കും ഈ ആംഗിൾ. പിന്നെ ഈ കോഡും ടാൻജൻറ്റും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ വൃത്തത്തിൻ്റെ ഈ ചെറിയ ഭാഗത്തല്ലേ ഉള്ളത്? വൃത്തത്തിൻ്റെ മറുവശത്ത് ഈ കോഡിൻ്റെ അഗ്രബിന്ദുക്കളായ അറ്റത്തുള്ള പോയിൻറ്റ്സായ എയും ബിയും കൂടി വൃത്തത്തിൻ്റെ മറുവശത്ത് വൃത്തത്തിലെ ഒരു പോയിന്റിൽ ഉണ്ടാക്കുന്ന ആംഗിൾ, അതായത് ആംഗിൾ എ സി ബിക്ക് തുല്യമായിരിക്കും. അതായത് ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. പിന്നെ ഇത് കേന്ദ്രകോണിന് പകുതിയായിരിക്കും. ഇനി അടുത്തത്, ഇത് വൃത്തത്തിലെ 4 പോയിൻറ്റ്സ്, ഇത് പി, ഇത് ക്യൂ, ഇത് ആർ, ഇത് എസ്. പിയും ക്യൂ ആറും എസും വൃത്തത്തിലെ 4 പോയിൻറ്റ്സ് ആണ്. ആ 4 പോയിന്റിൽ കൂടിയും തൊടുവരകൾ ടാൻജൻറ്റ് വരച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ചതുർഭുജം ക്വാഡ്രിലാറ്ററൽ കിട്ടിയില്ലേ? ഇങ്ങനെയുള്ള ക്വാഡ്രിലാറ്ററലിൻ്റെ എതിർവശങ്ങളുടെ തുക
തുല്യമായിരിക്കും. അതായത് എ ബി പ്ലസ് സി ഡി എന്തിന് തുല്യമായിരിക്കും? എ ഡി പ്ലസ് ബി സിക്ക് തുല്യമായിരിക്കും. പിന്നെ ലാസ്റ്റ് പോയിൻ്റ്, സിയിൽ കൂടിയുള്ള ടാൻജൻറ്റും തൊടുവരയും എ ബി എന്ന കോഡ് നീട്ടിയതും പി എന്ന പോയിന്റിൽ കൂട്ടിമുട്ടുന്നു. അപ്പോൾ പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി സ്ക്വയർ ആയിരിക്കും. ഇനി ഇതുമായി ബന്ധപ്പെട്ട ചില പ്രവർത്തനങ്ങൾ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദി ഫിഗർ പി ടി ഈസ് എ ടാൻജൻറ്റ് ടു ദി സർക്കിൾ വിത്ത് സെൻറ്റർ ഒ. ഒ പി ഈക്വൽ ടു 10 സെൻറ്റിമീറ്റർ, പി ടി ഈക്വൽ ടു 8 സെൻറ്റിമീറ്റർ. ഇവിടെ ഒ പി എത്ര സെൻറ്റിമീറ്ററാണ്? 10 സെൻറ്റിമീറ്ററാണ്. പി ടി 8 സെൻറ്റിമീറ്ററാണ്. ഫൈൻഡ് ദി മെഷർ ഓഫ് ആംഗിൾ പി ടി ഒ. ഇവിടെ ടി എന്ന പോയിന്റിലൂടെയുള്ള ടാൻജൻ്റാണ് പി ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. ടി എന്ന പോയിന്റിൽ കൂടിയുള്ള റേഡിയസ് ആണ് ഒ ടി. അപ്പോൾ ഈ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി. അപ്പോൾ ആദ്യത്തെ ആൻസർ കിട്ടിയില്ല, എന്താണ്? 90 ഡിഗ്രി. ഇനി നമുക്ക് ഈ സർക്കിളിൻ്റെ റേഡിയസ് ആണ് കണ്ടുപിടിക്കേണ്ടത്, അതായത് ഒ ടി. അപ്പോൾ ട്രയാങ്കിൾ ഒ ടി പി എന്ത് ട്രയാങ്കിളാണ്? റൈറ്റ് ട്രയാങ്കിൾ, മട്ടത്രികോണമാണ്. മട്ടത്രികോണത്തിൽ 90 ഡിഗ്രിക്കെതിരെയുള്ള വശം എന്താണ്? കർണമാണ്. ട്രയാങ്കിൾ ഒ ടി പി മട്ടത്രികോണമായതുകൊണ്ട് നമുക്ക് ഈ പൈതഗോറസ് തിയറം ഉപയോഗിച്ച് ഒ ടി ആരോ കണ്ടുപിടിക്കാം. അപ്പോൾ ഇത് കർണമാണ്, ഇത് ലംബവശങ്ങളിൽ ഒന്നാണ് അല്ലേ, പെർപെൻഡിക്കുലർ സൈഡ്സിൽ ഒന്നാണ്. അപ്പോൾ ഒ ടി സമം എന്ത് വരും? റൂട്ട് ഓഫ് കർണം സ്ക്വയർ അല്ലെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ, ലംബം സ്ക്വയർ 8 സ്ക്വയർ. അപ്പോൾ റൂട്ട് ഓഫ് 100 മൈനസ് 64 അതെത്ര വരും? 100ന് 64 കുറച്ചാൽ 36. റൂട്ട് 36 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6. അപ്പോൾ റേഡിയസ് എത്രയാണ്? 6 സെൻറ്റിമീറ്റർ. എല്ലാം ഇവിടെ സെൻറ്റിമീറ്ററിലല്ലേ തന്നിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ദി ഫിഗർ എ ബി ഈസ് എ കോഡ്. പി എ ആൻഡ് പി ബി ആർ ടാൻജൻറ്റ് ഫ്രം പി ഇഫ് ആംഗിൾ എ ഒ ബി ഈക്വൽ ടു 130 ഡിഗ്രി. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഫൈൻഡ് ദി മെഷർ ഓഫ് ആംഗിൾ എ സി ബി. ഇവിടെ ആംഗിൾ എ സി ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ ആംഗിൾ എ ഒ ബി എന്ന് പറഞ്ഞാൽ ഈ ആർക്കിൻ്റെ സെൻട്രൽ ആംഗിളാണ്. നമ്മൾ സർക്കിൾ എന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടില്ലേ, ഈ സെൻട്രൽ ആംഗിളിൻ്റെ പകുതിയായിരിക്കും ഓൾട്ടർനേറ്റ് ആർക്കിലെ ഒരു പോയിന്റിലുണ്ടാക്കുന്ന ആംഗിൾ. അപ്പോൾ 130ൻ്റെ പകുതിയായിരിക്കും ഈ ആംഗിൾ. എത്ര വരും? 130ൻ്റെ പകുതി 130നെ 2 കൊണ്ട് ഹരിച്ചാൽ മതി. 13ൽ 2 6 പ്രാവശ്യം, 26 12, 1 ബാക്കി, 10ൽ 5 പ്രാവശ്യം, 2 10. അപ്പോൾ ഈ ആംഗിൾ എത്ര വരും? 65. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി മെഷർ ഓഫ് ആംഗിൾ പി ബി എ. ആംഗിൾ പി ബി എ എത്രയാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ പഠിച്ചായിരുന്നല്ലോ, കോഡും ടാൻജൻറ്റും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ. എ ബി എന്ന കോഡ്, അതിൽ ബി എന്ന പോയിന്റിൽ കൂടിയുള്ള ടാൻജൻറ്റ്, ഈ ആംഗിളും ഈ കോഡിൻ്റെ അറ്റത്തുള്ള ബിന്ദുക്കളായ എയും ബിയും സർക്കിളിൻ്റെ മറുവശത്ത് ഒരു ബിന്ദുവിലുണ്ടാക്കുന്ന ആംഗിളും തുല്യമാണെന്ന് പഠിച്ചു. അപ്പോൾ ഇത് 65 ആകുമ്പോൾ ഇത് 65 ആണ്. ഇതും എന്ത് തന്നെയായിരിക്കും? 65 ആയിരിക്കും. നമ്മളോട് ഈ ആംഗിൾ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, ആംഗിൾ പി ബി എ. ഇതും 65 തന്നെയാണ്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, ഒ ഈസ് ദി സെൻറ്റർ ആൻഡ് പി ക്യു. ഇവിടെ ഉണ്ട് പി ക്യു ഈസ് എ ടാൻജൻറ്റ് ത്രൂ എ. എയിൽ കൂടിയുള്ള ടാൻജൻ്റാണ് പി ക്യു. ഇഫ് ആംഗിൾ ഒ സി ഡി ഈക്വൽ ടു 25 ഡിഗ്രി. ആംഗിൾ ഒ സി ഡി ആണ് 25 ഡിഗ്രി, അതായത് ഒ സി ഡി. ഇത് എത്ര ഡിഗ്രിയാണ്? 25 ഡിഗ്രി. ആംഗിൾ ഒ എ ഡി, ഒ എ ഡി ഇത് എത്ര ഡിഗ്രിയാണ്? 45 ഡിഗ്രി. പിന്നെ ആംഗിൾ ബി എ ക്യു, ഇത് 35 ഡിഗ്രി. ഇത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്. എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്? ആംഗിൾ എ ഡി സി ആണ് ആദ്യമായിട്ട് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആംഗിൾ എ ഡി സി കണ്ടുപിടിക്കാൻ ഞാൻ ഈ ഒയും ഡിയും കൂടെ യോജിപ്പിക്കുന്നു.
അപ്പോൾ ഇവിടെ OAയും ODയും OCയും ഒക്കെ റേഡിയസ് അല്ലേ? ഒരു സർക്കിളിൻ്റെ റേഡിയസ് തുല്യമായിരിക്കുമല്ലോ. അപ്പോൾ ഇതും എല്ലാം തുല്യമായിരിക്കും. അപ്പോൾ നിങ്ങൾ ട്രയാങ്കിൾ OAD നോക്കിക്കേ, അതിനകത്ത് 2 വശങ്ങൾ തുല്യമാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ തുല്യമാണ്. അപ്പോൾ ഈ വശത്തിനെതിരെയുള്ള കോൺ 45 ആണെങ്കിൽ ഈ വശത്തിനെതിരെയുള്ള ഈ കോണും എത്രയായിരിക്കും? 45. പിന്നെ ട്രയാങ്കിൾ OCD ഒന്ന് നോക്കിക്കേ, ഇതിനകത്ത് ODയും OCയും തുല്യമാണ്. ഇവിടെയും തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ തുല്യമാണ്. അപ്പോൾ ഈ വശത്തിനെതിരെയുള്ള കോൺ 25. അപ്പോൾ ഈ വശത്തിനെതിരെയുള്ള കോൺ ഇവിടെ എത്ര വരും? 25. അപ്പം നമുക്ക് ആംഗിൾ ADC അല്ലേ ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം 45 + 25 വരും. 45 + 25 എത്രയാണ്? 5 5 10, 4 2 6 1 70. അപ്പോൾ ആംഗിൾ ADC എത്ര ഡിഗ്രിയാണ്? 70 ഡിഗ്രി. എങ്കിൽ ആംഗിൾ AOC എത്രയായിരിക്കും? അതായത് ആംഗിൾ AOC എന്ന് പറഞ്ഞാൽ ഈ ആർക്കിൻ്റെ കേന്ദ്രകോണാണ് അല്ലേ? ഇതിൻ്റെ ഓൾട്ടർനേറ്റ് ആർക്കിലെ ഒരു പോയിന്റിലെ ആംഗിളാണ് ഇത് ആംഗിൾ ADC. അത് നമുക്ക് 70 എന്ന് കിട്ടി. അപ്പോൾ ആംഗിൾ AOC ഈ 70ൻ്റെ ഇരട്ടിയായിരിക്കും അല്ലേ? ഈ കേന്ദ്രകോണിൻ്റെ പകുതിയാണ് ഓൾട്ടർനേറ്റ് ആർക്കിലെ ഒരു പോയിന്റിൽ ഉണ്ടാക്കുന്ന ആംഗിൾ. അപ്പോൾ ഇത് എത്ര ഡിഗ്രി ആയിരിക്കും? 140 ഡിഗ്രി. അപ്പോൾ ആംഗിൾ AOC = 140. ഇനി നമുക്ക് ആംഗിൾ ABC ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ആംഗിൾ ഇവിടെ നോക്കിക്കേ, ഈ ABCD ഒരു ക്വാഡ്രിലാറ്ററൽ അല്ലേ? അതിൻ്റെ 4 മൂലകളിൽ കൂടിയും കടന്നു പോകുന്ന വൃത്തം വരച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ്. സൈക്ലിക് ക്വാഡ്രിലാറ്ററിൻ്റെ ഓപ്പോസിറ്റ്സ് ആംഗിൾസ് കൂട്ടിയാൽ 180 അല്ലേ? അപ്പം ഇത് 70 ഡിഗ്രിയാണ് ആംഗിൾ ADC. അപ്പോൾ ആംഗിൾ ABC എന്ത് വരും? 180ൽ നിന്ന് 70 ഡിഗ്രി കുറയ്ക്കുക. അപ്പോൾ എത്ര വരും? 110 ഡിഗ്രി. ഇത് 110 ഡിഗ്രി. ഓപ്പോസിറ്റായിട്ടുള്ള ആർക്ക് ഇതിലെ ആംഗിൾ കൂട്ടിയാൽ 180 ആണ്. അത് ഉപയോഗിച്ച് നമുക്കിത് ചെയ്യാം. സം ഓഫ് ആംഗിൾസ് ഇൻ ഓപ്പോസിറ്റ് സെഗ്മെൻ്റ് ആർ സപ്ലിമെൻ്ററി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആംഗിൾ PAD ആണ്. ഏതാണ് ആംഗിൾ PAD? PAD അതായത് ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ നിങ്ങൾ നോക്കിക്കോ, OA റേഡിയസ് അല്ലേ? OA റേഡിയസ് ആണ്. ആ A എന്ന പോയിന്റിൽ കൂടിയുള്ള ടാൻജൻ്റാണ് PQ. അപ്പോൾ ഈ ആംഗിൾ മുഴുവൻ എത്രയാണ്? 90 ഡിഗ്രി ആണെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇത് മുഴുവൻ 90 ഡിഗ്രിയാണ്. നമുക്ക് ഈ ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പം 90ൽ നിന്ന് ഈ 45 കുറച്ചാൽ പോരെ? ഈ മുഴുവൻ ആംഗിൾ 90 ഡിഗ്രിയാണ്. ഇത് 45 ആണ്. അപ്പോൾ ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ 90 - 45 ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ആ റേഡിയസും അതേ പോയിന്റിൽ കൂടിയുള്ള ടാൻജൻറ്റും പെർപെൻഡിക്കുലറാണ്. അപ്പോൾ OA പെർപെൻഡിക്കുലർ ടു PQ എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ 90 ഡിഗ്രി ആണെന്നാണ് അർത്ഥം. അപ്പം 90ൽ നിന്ന് 45 കുറച്ചാൽ 5 5 10, 4 1 5, 5 4 9, 45 ഡിഗ്രി. അടുത്തത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് BAO. അതേതാണ്? BAO എന്ന് പറഞ്ഞാൽ ഈ ആംഗിളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ OA റേഡിയസ് ആണ്. എയിൽ കൂടിയുള്ള ടാൻജൻ്റാണ് PQ. അപ്പം നമുക്കറിയാം റേഡിയസും ഈ ടാൻജൻറ്റും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രിയാണ്. അപ്പോൾ ഈ ആംഗിൾ മുഴുവൻ എത്രയാണ്? 90 ഡിഗ്രിയാണ്. ഈ ആംഗിൾ മുഴുവൻ എത്രയാണ്? 90 ഡിഗ്രിയാണ്. നമുക്ക് വേണ്ട ആംഗിൾ ഇത് മാത്രമാണ് അല്ല, ഇത് മുഴുവൻ 90 ഡിഗ്രിയാണ്. അതിനകത്ത് നിന്ന് അപ്പം ഈ 35 ഡിഗ്രി കുറച്ചാൽ പോരെ? ആംഗിൾ BAQ കുറച്ചാൽ പോരെ? അപ്പം നമുക്ക് എന്ത് കിട്ടും? BAO എന്ന ആംഗിൾ കിട്ടും. അപ്പം BAO = 90 - 35. എത്ര വരും? 5 5 10, 3 1 4, 4 5 9, 55 ഡിഗ്രി. ക്വസ്റ്റ്യൻ, ഇൻ ദി ഫിഗർ കോഡ് AB എക്സ്റ്റെൻഡഡ് മീറ്റ് അറ്റ് P. AB എന്ന കോഡ് പുറത്തേക്ക് നീട്ടി Pയിൽ വരെ നീട്ടിയിട്ടുണ്ട്. പിന്നെ PC എന്ന് പറയുന്നത് ടാൻജൻ്റാണ്. ഇവിടെ തന്നിരിക്കുന്ന എത്രയാണ്? PB 8 സെൻറ്റിമീറ്റർ, PB 8 സെൻറ്റിമീറ്റർ, AB 10 സെൻറ്റിമീറ്റർ. ഫൈൻഡ് ദി ലെങ്ത് ഓഫ് PA. PB മാത്രം എത്രയാണ്? 8 സെൻറ്റിമീറ്റർ ആണ്.
എ ബി മാത്രം എത്രയാണ്? 10 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമുക്ക് പി എ എത്രയാണ് കണ്ടുപിടിക്കാം? പി ബിയും എ ബിയും കൂടെ കൂട്ടിയാൽ പോരെ? പി ബി പ്ലസ് എ ബി 10 + 8 18 സെൻറ്റിമീറ്റർ. ഇനി നമുക്ക് പി സിയുടെ ലെങ്ത് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ഒരു ബന്ധം പഠിച്ചായിരുന്നല്ലോ, പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി സ്ക്വയർ. ഇവിടെ പി എ എത്രയാണ്? 18. അപ്പോൾ എന്ത് വരും? 18 ഇൻറ്റു 8 പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി സ്ക്വയർ. 18നെ 8 കൊണ്ട് ഗുണിച്ചാൽ എത്രയാണ്? 18 ഇൻറ്റു 8 8 64, 6 ബാക്കി, 1 8 8 6 14. അപ്പോൾ പി സി സ്ക്വയർ സമം 144. അപ്പം പി സി എന്ന് പറഞ്ഞാൽ എന്ത് വരും? √144. √144 എന്ന് പറഞ്ഞാൽ ഏത് രണ്ട് ഒരേ സംഖ്യകളെ ഗുണിച്ചാലാണ് 144 കിട്ടുന്നത്? 12 ഇൻറ്റു 12 144 ആണ്. അപ്പം പി സി സമയം എത്രയാണ്? 12. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ദി ഫിഗർ എ ബി ഈസ് എ കോഡ്. പി എ ആൻഡ് പി ബി ആർ ടാൻജൻസ് ഫ്രം പി. എ ബി കോഡാണ്, പക്ഷെ ഇവിടെ കോഡ് വരച്ചിട്ടില്ല. ഇഫ് ആംഗിൾ എ പി ബി ഈക്വൽ ടു 50 ഡിഗ്രി. ഈ ആംഗിൾ എത്രയാണ്? 50 ഡിഗ്രി ആണ്. ഫൈൻഡ് ദി മെഷർ ഓഫ് ആംഗിൾ എ ഒ ബി. നമ്മൾ പഠിച്ചിട്ടുണ്ട് എ ഒയും ബി ഒയും റേഡിയസ് ആണ്. ആ എ എന്ന പോയിന്റിൽ കൂടി തന്നെയുള്ള ടാൻജൻ്റ് ബിയിൽ കൂടി തന്നെയുള്ള ടാൻജൻറ്റും പി എന്ന പോയിന്റിൽ കൂട്ടിമുട്ടുന്നു. അപ്പോൾ ഈ ആംഗിളും കൂടെ കൂട്ടിയാൽ 180 ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് 50 ആകുമ്പോൾ ഇത് എത്ര വരും? 180ൽ നിന്ന് 50 കുറച്ചാൽ 130. അപ്പോൾ ആംഗിൾ എ ഒ ബി എത്രയാണ്? 130. ഒ എയും ഒ ബിയും റേഡിയസ് ആണ്. റേഡിയസുകൾക്കിടയിലുള്ള കോണുകളും ഈ എ എന്ന പോയിന്റിൽ കൂടിയുള്ള ടാൻജൻറ്റും ബി എന്ന പോയിന്റിൽ കൂടിയുള്ള ടാൻജൻറ്റും കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന ആംഗിളും, ഈ രണ്ട് ആംഗിളും കൂടെ കൂട്ടിയാൽ 180 ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദി മെഷർ ഓഫ് ആംഗിൾ ഒ എ ബി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ എ ബി കോഡാണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എ ബി വരച്ചിട്ടില്ല. അപ്പോൾ ആംഗിൾ ഒ എ ബി ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പോൾ ഈ ട്രയാങ്കിൾ ഒ എ ബി നോക്കിക്കേ. ഒ എയും ഒ ബിയും റേഡിയസ് ആണ്. അപ്പോൾ തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകളായി ഈ രണ്ട് കോണുകളും തുല്യമാണ്. അതെങ്ങനെ കണ്ടുപിടിക്കും? ഒരു ത്രികോണത്തിൻ്റെ 3 കോണുകൾ കൂട്ടിയാൽ 180 ഡിഗ്രിയാണ്. അപ്പം 180ൽ നിന്ന് 130 കുറച്ചിട്ട് രണ്ട് കോണുകളും തുല്യമല്ലേ, 2 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പോൾ 180 130 കുറച്ചാൽ 50, 50/2. ഇതെത്ര വരും? 25. ഇതും എത്ര വരും? 25. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് മെഷർ ഓഫ് ആംഗിൾ പി എ ബി. ആംഗിൾ പി എ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എ ബി എന്ന കോഡും എയിൽ കൂടിയുള്ള ടാൻജൻറ്റും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ ആംഗിൾ ഏത് ആംഗിളിൻ്റെ പകുതിയാണ്? ഈ കേന്ദ്രകോണിൻ്റെ പകുതിയാണ്. അപ്പോൾ എത്ര വരും? 130/2. 130നെ 2 കൊണ്ട് ഹരിച്ചാൽ എത്രയാണ്? നേരത്തെ നമ്മൾ ചെയ്തതാണ്. 6 26 12, 1 ബാക്കി, 10ൽ 2 5 പ്രാവശ്യം, 2 10 0. അപ്പോൾ ഈ ആംഗിൾ എത്ര വരും? 65 ഡിഗ്രി. അപ്പോൾ ഇതും എത്രയാണ്? 65 ഡിഗ്രി. അടുത്ത ക്വസ്റ്റ്യൻ. പി എ ആൻഡ് പി ബി ആർ ടാൻജൻസ് ടു ദി സർക്കിൾ വിത്ത് സെൻറ്റർ O. If OA equal to 5 centimeter, OP equal to 13 centimeter, find the length of PA. അപ്പോൾ എയിൽ കൂടിയുള്ള റേഡിയസ് ആണ് ഒ എ. ആ റേഡിയസും എയിൽ കൂടി തന്നെയുള്ള ടാൻജൻറ്റ് ആണ് പി എ. അപ്പോൾ ഇത് തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രിയാണ്. അപ്പോൾ ഇത് ട്രയാങ്കിൾ ഒ എ പി എന്ത് ട്രയാങ്കിളാണ്? റൈറ്റ് ട്രയാങ്കിൾ, മട്ടത്രികോണമാണ്. അപ്പോൾ മട്ടത്രികോണത്തിൻ്റെ ഒരു സൈഡ് കണ്ടുപിടിക്കാൻ പൈതഗോറസ് തിയറം ഉപയോഗിക്കാം. അപ്പോൾ ഇത് 90 ഡിഗ്രിക്കെതിരെ ഉള്ളതായതുകൊണ്ട് ഇത് കർണമാണ്, ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പോൾ നമുക്ക് ഈ പെർപെൻഡിക്കുലർ സൈഡിൽ ഒരു സൈഡാണ് കണ്ടുപിടിക്കേണ്ടത്, പി എ. അപ്പം പി എ സമം പെർപെൻഡിക്കുലർ സൈഡ്സിൽ ഏതെങ്കിലും ഒരു സൈഡാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ റൂട്ട് ഓഫ് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് തന്നിരിക്കുന്ന സൈഡിൻ്റെ സ്ക്വയർ. അപ്പം പി എ സമയം എന്ത് വരും? റൂട്ട് ഓഫ് 13 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ. 13ൻ്റെ സ്ക്വയർ എത്രയാണ്? 13 × 13.
13 × 13 കാരണം 3 9 1 3 3 1 3 1 169 അപ്പോൾ റൂട്ട് 169 മൈനസ് 5 സ്ക്വയർ 5 × 5 25. 169 നിന്ന് 25 കുറച്ചാൽ 144. റൂട്ട് 144 12 ആണെന്ന് തൊട്ട് മുമ്പേ ഒരു കണക്കിൽ നമ്മൾ കണ്ടു. അപ്പം PA = 12. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി ലെങ്ത് ഓഫ് PB? PA 12 ആണെങ്കിൽ PB എന്ത് തന്നെയായിരിക്കും? 12. പിന്നെ ഫൈൻഡ് ഏരിയ ഓഫ് ട്രയാങ്കിൾ OAP. ഈ ട്രയാങ്കിൾ OAP എന്ന് പറയുന്നത് റൈറ്റ് ട്രയാങ്കിളാണ് അല്ലേ. ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഫോർമുല എന്താണ്? ഹാഫ് BH ആണ്. അപ്പോൾ ബേസ് നമ്മൾ 5 ആയിട്ട് എടുത്താൽ ഹൈറ്റ് എന്തായിരിക്കും? ഒരു മട്ടത്രികോണമായതുകൊണ്ട് ഹൈറ്റ് എന്ന് പറയുന്നത് ഈ ഓൾട്ടിറ്റ്യൂഡ് തന്നെയായിരിക്കും. അപ്പം B 5 ആണെങ്കിൽ H എന്തായിരിക്കും? 12. അപ്പോൾ ട്രയാങ്കിൾ OAPയുടെ ഏരിയ എന്ന് പറഞ്ഞാൽ 1/2 × 5 × 12. 12നെ നമുക്ക് 2 വെച്ച് വെട്ടാമല്ലോ. 6 6 30. അപ്പോൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ OAP എന്ന് പറഞ്ഞാൽ 1/2 × 5 × 12. അത് നമുക്ക് എത്രയാണ് കിട്ടി? 30 cm². പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽ OAPB? ഈ ക്വാഡ്രിലാറ്ററൽ OAPBയുടെ ഏരിയ എന്താണെന്നാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് ഈ ട്രയാങ്കിൾ OAPയുടെ ഏരിയ എത്ര കിട്ടി? 30 cm². ഈ ട്രയാങ്കിൾ OAPയും ട്രയാങ്കിൾ OBPയും ഈക്വൽ ട്രയാങ്കിൾസ്, തുല്യ ത്രികോണങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ ഏരിയ 30 ആകുമ്പോൾ ഇതിൻ്റെ ഏരിയ 30 ആണ് അല്ലേ. അപ്പം ഈ 2 ട്രയാങ്കിളിൻ്റെ ഏരിയയും കൂടെ ചേരുന്നതാണ് ക്വാഡ്രിലാറ്ററൽ OAPBയുടെ ഏരിയ. അപ്പോൾ ക്വാഡ്രിലാറ്ററൽ OAPBയുടെ ഏരിയ എന്താണ്? 30 + 30 60. അപ്പോൾ ഇതിൻ്റെ ഏരിയ എന്ത് വരും? 60 cm². ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ട്രയാങ്കിൾ ABC AB = AC. ABയും ACയും ഈക്വലാണ്. ഇഫ് AP = 5 cm. AP എത്രയാണ്? 5 cm. പിന്നെ CQ = 6 cm. ഫൈൻഡ് ദി ലെങ്ത് ഓഫ് BQ. BQവിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാനാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മൾ പഠിച്ചിട്ടുണ്ട്, വൃത്തത്തിന് പുറത്തുള്ള ഒരു ബിന്ദുവിൽ നിന്ന്, ഒരു പോയിന്റിൽ നിന്ന് വൃത്തത്തിലേക്ക് വരയ്ക്കുന്ന ടാൻജൻറ്റുകളുടെ നീളം തുല്യമാണെന്ന്. അപ്പോൾ A എന്ന പോയിന്റിൽ നിന്ന് വൃത്തത്തിലേക്ക് വരച്ചിരിക്കുന്ന ടാൻജൻ്റ് ആണ് APയും ARഉം. അപ്പോൾ AP 5 cm എന്ന് വന്നിട്ടുള്ളതുകൊണ്ട് ARഉം എന്ത് തന്നെ? 5 cm തന്നെ. പിന്നെ C എന്ന പോയിന്റിൽ നിന്ന് വൃത്തത്തിലേക്ക് വരച്ചിരിക്കുന്ന ടാൻജൻറ്റുകളാണ് CQവും CRഉം. അപ്പോൾ അത് രണ്ടും ഈക്വലാണ്. അപ്പോൾ CQ 6 cm ആയതുകൊണ്ട് CRഉം 6 cm ആണ്. അപ്പം നമുക്ക് BQ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം BPയോ ഒന്നും തന്നിട്ടില്ല. BPയും BQയും ഇവിടെ തുല്യമാണ്. പിന്നെ നമുക്ക് തന്നിരിക്കുന്നത് ABയും ACയും തുല്യമാണെന്നാണ്. അപ്പോൾ ACയുടെ ലെങ്ത് എത്രയാണ്? 5 6 11. AC 11 ആണ്. അപ്പോൾ ഇവിടെ ABയും എന്തായിരിക്കണം? 11 ആയിരിക്കണം. ഇവിടെ AP 5 ഉണ്ടല്ലോ, ഇനി 11 ആകാൻ 6 കൂടിയല്ലേ വേണ്ടത്. അപ്പം BP = എത്ര സെൻറ്റിമീറ്ററിന് കിട്ടും? 6 സെൻറ്റിമീറ്ററിന് കിട്ടും. അതായത് ഇവിടെ ABയും ACയും ഈക്വലാണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. AC എത്രയാണ്? 5 + 6 11. അപ്പോൾ ABയും എത്ര തന്നെ ആയിരിക്കും? 11 ആയിരിക്കും അല്ലേ. ഈ രണ്ട് തുല്യമല്ലേ. AB 11. AB എന്ന് പറഞ്ഞാൽ എന്താണ്? AP + PB അല്ലേ. അത് 11 ആണ്. AP എത്രയാണ് തന്നിട്ടുണ്ട്? 5. അപ്പോൾ 5 + PB = 11. അപ്പോൾ PB +5 സമത്തിനിപ്പുറം വരുമ്പോൾ 11 - 5 6. അപ്പം Bയിൽ നിന്ന് വൃത്തത്തിലേക്കുള്ള തൊടുവരകളായ BPയും BQയും തുല്യമാണ്. BP 6 ആയതുകൊണ്ട് BQ 6 cm. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി ലെങ്ത് ഓഫ് ഓൾ സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ ABC അല്ലേ. അപ്പോൾ AB = എത്ര വരും? 11. AB ACയും തുല്യമാണ്. ACയും 11 ആണ്. BC = 12. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഇറ്റ്സ് പെരിമീറ്റർ? പെരിമീറ്റർ എന്താണെന്നാണ്. AB 11, ACയും 11, BC എത്രയാണ്? 12. ഇതെല്ലാം കൂടെ കൂട്ടിയാൽ എത്രയാണ്? 1 1 2 2 2 4.
1 1 2 2 1 3 34 സെൻറ്റിമീറ്റർ. അപ്പോൾ പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ ABC 34 സെൻറ്റിമീറ്റർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ദി ഫിഗർ സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ ABC ആർ ടാൻജൻസ് ടു ദി സർക്കിൾ ഓഫ് ട്രയാങ്കിൾ PQR ത്രൂ ഇറ്റ്സ് വെർട്ടിസസ്. If angle R equal to 60 degree, angle Q equal to 70 degree, calculate angles of triangle ABC. ഇതിൽ ട്രയാങ്കിൾ ABCയുടെ എല്ലാ ആംഗിൾസുമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ട്രയാങ്കിൾ PQR നോക്കിക്കേ. ആറും ക്യൂവും തന്നിട്ടുണ്ട്, 60ഉം 70ഉമാണ്. അപ്പോൾ ആംഗിൾ P എത്ര വരും? ഒരു ട്രയാങ്കിളിൻ്റെ 3 ആംഗിളും കൂടെ കൂട്ടിയാൽ 180 ആണ്. അപ്പം 180 മൈനസ് 60ഉം 70ഉം കൂടെ കൂട്ടിയാൽ എത്രയാണ്? 130. അപ്പോൾ 50. അപ്പോൾ ആംഗിൾ P എന്ത് വരും? 50 വരും. ഇനി വൃത്തകേന്ദ്രം O ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആറും ഓയും കൂടി ഞാൻ യോജിപ്പിക്കുന്നു, പിയും ഓയും കൂടെ യോജിപ്പിക്കുന്നു, പിന്നെ ക്യൂവും ഓയും കൂടെ യോജിപ്പിക്കുന്നു. നമ്മൾ സർക്കിൾസ് എന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഈ PQ എന്ന കോഡ് അഥവാ ഞാൻ ഈ വൃത്തത്തെ വലിയൊരു വൃത്തഭാഗവും ചെറിയ വൃത്തഭാഗവും ആക്കുന്നുണ്ട്. ഈ PQവിൻ്റെ അറ്റങ്ങൾ, PQ എന്ന കോഡിൻ്റെ അറ്റങ്ങൾ ഈ വലിയ വൃത്തഭാഗത്തിലെ ഒരു ബിന്ദുവിൽ ഉണ്ടാക്കുന്ന കോണാണ് ആംഗിൾ PRQ. ഈ ആംഗിൾ PRQ എന്ന് പറയുന്നത് ഈ Pയും Qവും കൂടി കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോണിൻ്റെ പകുതിയാണ്. അപ്പോൾ ഇത് 60 ആണെങ്കിൽ ഇതെത്ര വരും? ഇതിൻ്റെ പകുതിയാണ് ഇതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് 60ൻ്റെ ഇരട്ടി വരികയല്ലേ, 120. അതേപോലെ തന്നെ ഇവിടെ QR എന്ന് പറയുന്ന കോഡ് വൃത്തത്തെ ചെറിയ വൃത്തഭാഗവും വലിയ വൃത്തഭാഗവും ആക്കുന്നുണ്ട്. QR എന്ന കോഡിൻ്റെ അറ്റങ്ങളായ Qവും Rഉം വലിയ വൃത്തഭാഗത്തിലെ ബിന്ദുവായ Pയുമായി യോജിപ്പിക്കുമ്പോൾ കിട്ടുന്ന ആംഗിളാണ് ആംഗിൾ QPR. അത് 50 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. ഈ Qവും Rഉം കേന്ദ്രവുമായി യോജിപ്പിക്കുമ്പോൾ കിട്ടുന്ന കോണിൻ്റെ പകുതിയാണ് ആംഗിൾ P. അപ്പോൾ തിരിച്ച് പറഞ്ഞാൽ എങ്ങനെ? ആംഗിൾ Pയുടെ ഇരട്ടിയാണ് ഈ കേന്ദ്രകോൺ. അപ്പോൾ ഈ കേന്ദ്രകോൺ എത്ര വരും? 50ൻ്റെ ഇരട്ടി 100. ഇവിടെ PR എന്ന കോഡ് വൃത്തത്തെ ചെറിയ വൃത്തഭാഗവും വലിയ വൃത്തഭാഗവും ആക്കുന്നുണ്ട്. PR എന്ന കോഡിൻ്റെ അറ്റങ്ങൾ വൃത്തത്തിൻ്റെ വലിയ ഭാഗത്ത് ഉണ്ടാക്കുന്ന കോൺ, അതാണ് കോൺ PQR. അത് ഈ Pയും Rഉം കേന്ദ്രവുമായി ഉണ്ടാക്കുന്ന കോണിൻ്റെ പകുതിയാണ് ഇത്. അപ്പോൾ ഇതെത്ര വരും? 140. പിന്നെ നമ്മൾ ഈ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് ORഉം OPയും എന്താണ്? റേഡിയസ് അഥവാ ആരമാണ്. ഈ ആറിൽ കൂടിയുള്ള ടാൻജൻറ്റും പിയിൽ കൂടിയുള്ള ടാൻജൻറ്റും A എന്ന പോയിന്റിൽ കൂട്ടിമുട്ടുന്നു. അപ്പോൾ ഈ ടാൻജൻറ്റുകൾക്കിടയിലുള്ള ഈ കോണും ആരങ്ങൾക്കിടയിലുള്ള ഈ കോണും കൂട്ടിയാൽ 180 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 140 ആവുമ്പോൾ ഇത് എത്രയായിരിക്കും? 40. അതേപോലെ തന്നെ ഇവിടെയും OPയും OQവും ആരമാണ്. അതിൽ P എന്ന പോയിന്റിൽ കൂടിയും Q എന്ന പോയിന്റിൽ കൂടിയുള്ള ടാൻജൻറ്റ് Bയിൽ കൂട്ടിമുട്ടുന്നു. അപ്പോൾ ഈ ആംഗിൾ, ടാൻജൻറ്റുകൾക്കിടയിലുള്ള ഈ ആംഗിളും ആരങ്ങൾക്കിടയിലുള്ള ഈ ആംഗിളും കൂടെ കൂട്ടിയാൽ 180 ആണ്. അപ്പോൾ ഇത് 120 ആകുമ്പോൾ ഇതെത്ര വരും? 60. അതേപോലെ തന്നെ OR OQ ആരമാണ്. ആ R എന്ന പോയിന്റിൽ കൂടിയും Q എന്ന പോയിന്റിൽ കൂടിയുള്ള ടാൻജൻറ്റ് Cയിൽ കൂട്ടിമുട്ടുന്നു. അപ്പോൾ ഈ ആംഗിളും കൂടി കൂട്ടിയാൽ 180 ആണ്. അപ്പോൾ ആംഗിൾ C എന്ത് വരും? 80. അപ്പോൾ ആംഗിൾ A 40, ആംഗിൾ B 60, ആംഗിൾ C 80. ഇനി കൺസ്ട്രക്ഷനിൽ പ്രധാനമായിട്ടും 3 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കേണ്ടത്. ഒന്ന്, ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 സെൻറ്റിമീറ്റർ ആൻഡ് മാർക്ക് എ പോയിന്റ് ഓൺ ഇറ്റ്. ഡ്രോ ദി ടാൻജൻസ് ത്രൂ ദാറ്റ് പോയിന്റ്. അത് വരയ്ക്കാൻ ആദ്യം 3 സെൻറ്റിമീറ്റർ റേഡിയസിൽ സർക്കിൾ വരയ്ക്കണം. 3 സെൻറ്റിമീറ്റർ റേഡിയസിൽ സർക്കിൾ വരച്ചു. എന്നിട്ട് ഇവിടെ ഒരു P എന്ന പോയിൻ്റ് അടയാളപ്പെടുത്തുക. OP എന്താണ്? റേഡിയസ് ആണ്. ഈ റേഡിയസ് കുറച്ച് നീട്ടി ഇങ്ങോട്ട് വരയ്ക്കുക. എന്നിട്ട് കോമ്പസ് Pയിൽ കുത്തിയിട്ട് ഇങ്ങനെ ഒരു ആർക്കും വരയ്ക്കുക. പിന്നെ ഇതിൻ്റെ പകുതിയിൽ കൂടുതൽ ലെങ്ത് എടുക്കുക. ഏതിൻ്റെ? ഈ നീളത്തിൻ്റെ പകുതിയിൽ കൂടുതൽ ലെങ്ത് എടുത്തിട്ട്
ഇവിടെയും ഒരു ആർക്ക്, ഇവിടെയും ഒരു ആർക്ക്. അതേപോലെ തന്നെ ഇവിടെ കുത്തി ഇവിടെയും ഒരു ആർക്ക്. ഇനി ഇത് യോജിപ്പിച്ചാൽ നമുക്ക് ടാൻജൻറ്റ് കിട്ടി. അപ്പോൾ നമുക്ക് പി എന്ന പോയിന്റിൽ കൂടി ടാൻജൻറ്റ് കിട്ടി. കോമ്പസ് ഉപയോഗിച്ച് ടാൻജൻറ്റ് അഥവാ തൊടുവര ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 2.5 സെൻറ്റിമീറ്റർ. ഡ്രോ എ ട്രയാങ്കിൾ വിത്ത് 2 ആംഗിൾസ് 60 ഡിഗ്രി 70 ഡിഗ്രി ആൻഡ് ദ സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ ടച്ചിങ് ദി സർക്കിൾ. ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ 2.5 സെൻറ്റിമീറ്റർ റേഡിയസിൽ സർക്കിൾ ഞാൻ വരച്ചു, സെൻറ്റർ മാർക്ക് ചെയ്തു O. ഇനി നമുക്ക് വരയ്ക്കേണ്ട ട്രയാങ്കിളിൻ്റെ 2 ആംഗിൾ തന്നിട്ടുണ്ട്, 60 ഡിഗ്രിയും 70 ഡിഗ്രിയുമാണ്. അപ്പോൾ ഇത് 180യിൽ നിന്ന് 60 കുറയ്ക്കണം. 180 മൈനസ് 60 എത്രയാണ്? 120. അതേപോലെ 180 മൈനസ് 70 എത്രയാണ്? 110, 110. അപ്പോൾ ആദ്യം Oയിൽ നിന്ന് ഇങ്ങോട്ട് ഒരു റേഡിയസ് വരയ്ക്കുക. റേഡിയസ് വരച്ചു. പ്രൊട്രാക്ടർ ഇങ്ങനെ വെച്ചുകൊണ്ട് 120 ഡിഗ്രി അടയാളപ്പെടുത്തുക. 120 അടയാളപ്പെടുത്തി പ്രൊട്രാക്ടർ ഇങ്ങനെ വെച്ചുകൊണ്ട് തന്നെ 110 അടയാളപ്പെടുത്തുക. അപ്പോൾ ഇത് എത്ര ഡിഗ്രിയാണ്? 110. ഇത് മൊത്തം 360 ആണല്ലോ. അപ്പോൾ ഇത് നമുക്ക് കിട്ടിക്കോളും. 120 110 230. അപ്പം 360 അല്ലേ മൊത്തം വേണ്ടത്. അപ്പം 360ൽ നിന്ന് 230 കുറച്ചാൽ എത്രയാണ്? 0 3 3 130. അപ്പോൾ ഇത് എത്രയായിരിക്കും? 130 ആയിരിക്കും. ഇനി ഞാൻ തൊട്ട് മുമ്പേ കാണിച്ച പോലെ പിയിൽ കൂടി ടാൻജൻറ്റ് വരച്ചില്ലേ കോമ്പസ് ഉപയോഗിച്ച്, അങ്ങനെ നമുക്ക് ടാൻജൻറ്റ് വരയ്ക്കാം. അപ്പോൾ ഈ ആരം റേഡിയസ് കുറച്ചും ഇങ്ങോട്ട് നീട്ടി വരയ്ക്കണം. അതല്ലാതെ പ്രൊട്രാക്ടർ ഉപയോഗിച്ചും നമുക്ക് പിന്നെ ഈ പോയിന്റുകളിൽ കൂടി ടാൻജൻറ്റ് വരയ്ക്കാം. അതായത് പ്രൊട്രാക്ടർ ഇങ്ങനെ വെച്ച്, ടാൻജൻറ്റ് എന്ന് പറഞ്ഞാൽ ആരവുമായിട്ട് 90 ഡിഗ്രി ആണല്ലോ, പെർപെൻഡിക്കുലർ ആണല്ലോ. അപ്പോൾ ഇവിടെ വരും 90 ഡിഗ്രി. എന്നിട്ട് ഈ പോയിൻറ്റും ഇവിടുത്തെ ഈ പോയിൻറ്റും ഈ നമ്മൾ മാർക്ക് ചെയ്തതും കൂടി കൂട്ടി യോജിപ്പിക്കുക. അങ്ങനെ എല്ലാ സൈഡിലും ടാൻജൻറ്റ് വരയ്ക്കുക. അപ്പം പെർപെൻഡിക്കുലർ ടാൻജൻറ്റ് ഈ പോയിന്റിൽ കൂടിയുള്ള ടാൻജൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ റേഡിയസുമായിട്ട് പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ ഒരു രീതിയിൽ കോമ്പസ് ഉപയോഗിച്ച് വരയ്ക്കേണ്ട ഞാൻ നേരത്തെ കാണിച്ചു. ഈ പ്രൊട്രാക്ടർ ഉപയോഗിച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ എളുപ്പമായിട്ട് തോന്നും, അങ്ങനെയും വരയ്ക്കാം. ഇങ്ങനെ 90 ഡിഗ്രി അടയാളപ്പെടുത്തി പെർപെൻഡിക്കുലർ വരയ്ക്കാം. അപ്പോൾ നമ്മൾ ആവശ്യമായ ട്രയാങ്കിൾ ത്രികോണത്തിൻ്റെ വശങ്ങൾ വൃത്തത്തെ തൊടുന്ന ട്രയാങ്കിൾ കിട്ടി. ഇനി കൺസ്ട്രക്ഷനിൽ മൂന്നാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ. ഈ 3 ടൈപ്പ് ഇതിലേതെങ്കിലും ഒന്ന് പരീക്ഷയ്ക്ക് ചോദിക്കുക. ഏതെങ്കിലും 1 2 ഒക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാം. ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 സെൻറ്റിമീറ്റർ. മാർക്ക് എ പോയിൻറ്റ് 7 സെൻറ്റിമീറ്റർ അവേ ഫ്രം സെൻറ്റർ. ഡ്രോ ടാൻജൻസ് ടു ദി സർക്കിൾ ഫ്രം ദി പോയിൻ്റ് ആൻഡ് മെഷർ ദി ലെങ്ത്. പറഞ്ഞിരിക്കുന്ന അളവിൽ സർക്കിൾ വരച്ച് സെൻറ്റർ അടയാളപ്പെടുത്തുന്നു. സെൻറ്ററിൽ നിന്ന് 7 സെൻറ്റിമീറ്റർ അകലെ പി എന്ന പോയിൻ്റ് അടയാളപ്പെടുത്തുന്നു. ഇനി ഒ പിയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുന്നു. എങ്ങനെയാണ്? കോമ്പസിൽ ഈ ഒ പിയുടെ ലെങ്ത്തിൻ്റെ പകുതിയിൽ കൂടുതലെടുത്ത് ഒയിൽ കുത്തി ഇവിടെയും ആർക്ക് ഇവിടെയും ആർക്ക്, അതേപോലെ പിയിൽ കുത്തി ഇവിടെയും ആർക്ക് ഇവിടെയും ആർക്ക്. ഇനി ഇത് കൂട്ടി യോജിപ്പിക്കുന്നു. അതിനുശേഷം ഇത് റേഡിയസ് ആക്കിക്കൊണ്ട് അടുത്ത സർക്കിൾ വരയ്ക്കുന്നു. ഈ പോയിൻ്റ് എ, ഈ പോയിൻ്റ് ബി. പി എയും പി ബിയും യോജിപ്പിക്കുന്നു. സ്കെയിൽ ഉപയോഗിച്ച് പി എയും പി ബിയും അളന്നെഴുതുന്നു. ആ 2 പി എയും പി ബിയും തുല്യമായിരിക്കും, നീളം തുല്യമായിരിക്കും.